ഒറ്റ നോട്ടത്തിൽ ഇത് ഷൗമി ആണോ അതോ ഐഫോൺ ആണോ എന്ന് വരെ ഡൗട്ട് അടിച്ചു പോകും ഡിസൈൻ്റെ കാര്യത്തിൽ മാത്രമല്ല പേരിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഷൗമി 17 Pro Max എന്ത് തന്നെ ഇൻസ്പയർഡ് മോഡൽ ആണെങ്കിലും ഇതൊരു ബീസ്റ്റ് തന്നെയാണ്. ഈ ഒരു ഫോണിന്റെ ഓരോ പാർട്സും നമ്മൾ ഓരോന്നായിട്ട് ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ലെറ്റ്സ് ജംപ് ഇൻടു അവർ 5 minutes റിവ്യൂ. ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. കമ്മിങ് ടു ഡിസൈൻ, ഈ ഒരു മൊബൈലിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ ഡ്യുവൽ ഡിസ്പ്ലേ ആണ്. ദെൻ ഇത് വരുന്നത് മെറ്റൽ ഫ്രെയിം ആൻഡ് ഗ്ലാസ് ബാക്കോട് കൂടിയാണ്. ആൻഡ് ഫ്രണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഡ്രാഗൺ ക്രിസ്റ്റൽ 3.0 ഗ്ലാസ് വരുന്നുണ്ട്. സോ മൈനർ ഡ്രോപ്സ് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ബാക്ക് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 2.9 ഇഞ്ചാണ് വരുന്നത്. ഇത് യൂസ് ചെയ്യാൻ വളരെ ഫൺ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ വളരെ യൂസ്ഫുള്ളും കൂടിയാണ്. നിങ്ങൾക്ക് സ്വിഗ്ഗി ഓർഡർ ട്രാക്ക് ചെയ്യാം, ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം, ക്യാമറ യൂസ് ചെയ്യാം, ടൈമർ റൺ ചെയ്യാം, എന്തിനും നിങ്ങളുടെ പെറ്റ്സിന്റെ ഫോട്ടോ വരെ വാൾപേപ്പർ ആയിട്ട് വെക്കാം ബാക്ക് ഡിസ്പ്ലേയിൽ. ദെൻ ഇതിന്റെ വെയിറ്റ് വരുന്നത് 220 ഗ്രാംസ് ആണ്. എന്നാൽ ഇതിനകത്തൊരു മാസീവ് ബാറ്ററിയും കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. സോ ബാക്ക് ഡിസ്പ്ലേയിലൂടെ ഒരു യൂണിക്നെസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഷൗമി. സോ ഡിസ്പ്ലേ വൈസ് നമുക്ക് ഈ ഒരു മൊബൈലിന് 8.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം. കമ്മിങ് ടു ഫ്രണ്ട് ഡിസ്പ്ലേ, ഈ ഒരു മൊബൈൽ വരുന്നത് 6.9 ഇഞ്ച് ഹ്യൂജ് ഡിസ്പ്ലേയോട് കൂടിയാണ്. AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ 1.5K റെസൊല്യൂഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 12-bit പാനലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കളേഴ്സ് എല്ലാം വളരെ എക്സലന്റ് ആയിരിക്കും. പീക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഷൗമി യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. 3200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബെസൽസ് 1.1 mm പേപ്പർ തിന്നാണ്. സോ നിങ്ങളുടെ സ്ട്രീമിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും എല്ലാം പ്രീമിയം ആയിരിക്കും. ഇതൊരു ടോപ്പ് ടയർ പാനലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. സോ ഡിസ്പ്ലേ വൈസ് നമുക്ക് 9.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം. കമ്മിങ് ടു പെർഫോമൻസ്, ഈ ഒരു മൊബൈൽ വരുന്നത് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ ലേറ്റസ്റ്റ് Snapdragon 8 Gen 5 ചിപ്സെറ്റോട് കൂടിയാണ്. ആൻഡ്രോയിഡ് സ്കോർ നോക്കുകയാണെങ്കിൽ 4.3 ഒന്നും കിട്ടുന്നില്ല. എന്നാൽ 3.4 മില്യൺ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ വേരിയൻസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് വരുന്നത് 12GB റാം വേരിയന്റ് ആണ്. ആൻഡ് 16GB റാം വേരിയന്റും ഉണ്ട്. ആൻഡ് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ അപ് ടു 1TB വരെ ഉണ്ട്. ആൻഡ് ദ ലേറ്റസ്റ്റ് LPDDR5X റാം വരുന്നുണ്ട്. 4.1 സ്റ്റോറേജ് വരുന്നുണ്ട്. 4.0നേക്കാളും ഒരു 10% ഫാസ്റ്റർ ആയിരിക്കും. സോ ഈ ഒരു ഫോണിന്റെ എഞ്ചിനെ നമ്മൾ റേറ്റ് ചെയ്യുകയാണെങ്കിൽ 9 ഔട്ട് ഓഫ് 10 കൊടുക്കാം. കമ്മിങ് ടു ബാറ്ററി ആൻഡ് ചാർജിങ്, ഈ ഒരു മൊബൈൽ വരുന്നത് 7500 mAh ബാറ്ററിയോട് കൂടിയാണ്. 100 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 50 വാട്ട്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 22.5 വാട്ട്സ് റിവേഴ്സ് ചാർജിങ്ങും വരുന്നുണ്ട്. ചാർജിങ് സ്പീഡ് മൈൻഡ് ബ്ലോയിങ് ആണ്. 0 to 100% വെറും 40 to 45 മിനിറ്റ്സിനുള്ളിൽ ചാർജ് ആവും. ഹ്യൂജ് ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? സോ ബാറ്ററി വൈസ് നമുക്ക് 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാം. ദെൻ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 50MP റിയർ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. സെൽഫി ക്യാമറയും 50MP തന്നെയാണ്. അത് മാത്രമല്ല ഇതിൽ 5x ടെലിഫോട്ടോയും ഉണ്ട്. ദെൻ വീഡിയോ റെക്കോർഡിംഗിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് റിയർ ക്യാമിൽ 8K 30fps ഫ്രണ്ട് ക്യാമിൽ 4K 60fps വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ്, ഡൈനാമിക് റേഞ്ച്, ക്ലാരിറ്റി ഇതെല്ലാം ഡീസന്റ് തന്നെയാണ്. സ്കിൻ ടോണിൽ ചൈനീസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റിഷ് ഒരു യെല്ലോയിഷ് വാം ടോൺ വരുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ വേരിയന്റ് വരുമ്പോൾ ഇതിൽ ചേഞ്ചസ് വരാമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് റിമെമ്പർ ഇത് പ്രോ മാക്സ് ആണ്. ഇതിൽ പ്രോ മാക്സ് അൾട്ര എന്നൊരു വേരിയന്റ് കൂടെ വരാനുണ്ട്. സോ ക്യാമറ വൈസ് നമുക്ക് ഈ ഒരു മൊബൈലിന് 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. കമ്മിങ് ടു സോഫ്റ്റ്വെയർ ആൻഡ് ഇന്റർഫേസ്, ഈ ഒരു ഫോൺ റൺ ചെയ്യുന്നത് HyperOS 3.0 ദ ഫൺ ഫാക്ട് ഈസ് ഡിസൈൻ ആൻഡ് പേര് മാത്രം ഐഫോൺ ഇൻസ്പയർഡ് അല്ല. HyperOS 3.0 iOS ഇൻസ്പയർഡ് ആണ്. ഞാൻ ഇത് പറയാൻ കാരണം അനിമേഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ പാനലിലെല്ലാം ഒരു ഐഫോൺ മയമുണ്ട്. ചൈനീസ് വേർഷൻ ആയതുകൊണ്ട് തന്നെ ബ്ലോട്ട്വെയർസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും സോഫ്റ്റ്വെയർ വൈസ് നമുക്ക് 7.5 ഔട്ട് ഓഫ് 10 കൊടുക്കാം. സോ ഫൈനൽ തോട്ട്സ്, Xiaomi 17 Pro Max ഈ ഒരു ഫോണിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ആ ഒരു ഹ്യൂജ് ബാറ്ററി, 7500 mAh ബാറ്ററിയും 100 വാട്ട്സ് ചാർജിങ്ങുമാണ്. പിന്നെ എല്ലാവരെയും അട്രാക്ട് ചെയ്ത ആ സെക്കൻഡറി ഡിസ്പ്ലേ. ഇതിന്റെ എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് 85K to 90K ആണ്. സോ ഈ ഒരു ബഡ്ജറ്റ് മുടക്കി നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുമോ എന്നതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. അത് കമന്റ്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഓവറോൾ റേറ്റിംഗ് നമുക്ക് ഈ ഒരു ഫോണിന് 9 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാം. സോ ഇതുപോലത്തെ ഹോണസ്റ്റ് റിവ്യൂ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.